ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നീതുവിന്റെ വീട്ടിലേക്ക് വന്ന രശ്മി പറയുന്നു നീതുവിനെ കാണാൻ അവളുടെ ഒരു ഫ്രണ്ട് വന്നു. ഇത് കേട്ട് സീത ചോദിക്കാണ്, ഫ്രണ്ടോ? ആര്? അപ്പൊ രശ്മി പറയുകയാണ്, അത് ഹരിത എന്നാ പറഞ്ഞത്. ഇത് കേട്ട് നീതുവിനെ അവിടേക്ക് വിളിച്ച് സീത ചോദിക്കുന്നു, ഏതാടി നിന്റെ ഫ്രണ്ട് ഹരിത? നീതു ചോദിക്കുന്നു, ഹരിതയോ? രശ്മിയെ ശ്രദ്ധിക്കുന്ന നീതുവിന് കാര്യം മനസ്സിലാകുകയാണ്. ഹരിത എന്ന് പറഞ്ഞത് ഹരീഷ് ആണെന്ന് മനസ്സിലാക്കിയ നീതു പറയുന്നു, ഹരിത എന്റെ കോളേജിലെ ഫ്രണ്ടാണമ്മേ. വീടറിയാത്തത് കൊണ്ട് അവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞാൽ നീതു അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സീത ചോദിക്കുന്നു, നിക്കടി എവിടെ? അവളെന്താ വീട്ടിലേക്ക് വന്ന് സംസാരിക്കില്ലേ? റോഡിൽ നിന്ന് സംസാരിക്കുകയുള്ളൂ. അപ്പൊ നീതു പറയുന്നു, ശരിയമ്മേ, സംസാരിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ സീത പറയുകയാണ്, റോഡിൽ നിന്നൊന്നും സംസാരിക്കണ്ട, അവളെ ഇങ്ങനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. ശരി എന്ന് പറഞ്ഞ നീതു അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് രശ്മി. സന്തോഷത്തോടു കൂടി നീതു പറയുന്നു, രശ്മി താങ്ക്സ്. ശരി എന്ന് പറഞ്ഞ രശ്മി അവിടെ നിന്ന് പോകുമ്പോൾ നീതു വളരെ സന്തോഷത്തോടു കൂടി ഹരീഷിന്റെയും സുധീഷിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. സുധീഷ് പറയുന്നു, ദേ നിന്റെ നീതു വരുന്നുണ്ട്. ഹരീഷ് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, ചെല്ലടാ അങ്ങോട്ട്. ഹരീഷ് അരികിലേക്ക് വരുമ്പോൾ നീതു ചോദിക്കുന്നു, ഹരീഷ് നീ എന്താ ഇവിടെ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ചുമ്മാതെ വന്നതാ, നിന്നെ കാണണമെന്ന് തോന്നി, അതാ വന്നത്. നീ ഓക്കെ അല്ലേ? വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പൊ നീതു പറയുകയാണ്, പ്രശ്നമൊന്നുമില്ല ഹരീഷ്. ഇത് കണ്ട് സുധീഷ് ചിരിക്കുമ്പോൾ നീതു ചോദിക്കുകയാണ്, നീ എന്തിനാ നിന്റെ ചേട്ടനെ കൂട്ടിക്കൊണ്ടു വന്നേ? അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ഹലോ, ഇവൻ മാത്രമായിരുന്നു വന്നിരുന്നെങ്കിൽ വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് തിരിച്ചു വന്നേനെ. ഞാൻ വന്നതുകൊണ്ടാ ആ രശ്മിയെ പറഞ്ഞുവിട്ട് നീതുവിനെ പുറത്തിറക്കാൻ പറ്റിയത്. അപ്പൊ നീതു പറയുകയാണ്, സുധീഷ് ഏട്ടൻ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട്, കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്ക്. ഇത് കേട്ട് ഹരീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ശരി ഞാൻ പോവാ, നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നീതു കുഴപ്പമൊന്നുമില്ലല്ലോ? നീതു വിഷമത്തോടുകൂടി ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ചുറ്റും നോക്കി ടെൻഷനോടുകൂടി ഹരീഷ് പറയുന്നു, ആരെങ്കിലും കാണും നീതു, കുറച്ചങ്ങോട്ടേക്ക് നീങ്ങി നിൽക്ക്. അപ്പൊ നീതു പറയുകയാണ്, കാണുന്നെങ്കിൽ കാണട്ടെ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്റെ കയ്യിൽ ഫോണും ഇല്ലായിരുന്നു, നിന്നോട് സംസാരിക്കാനും പറ്റിയില്ല. നിന്നോട് സംസാരിക്കാതെ നിന്നെ കാണാതെ ഒരു മാതിരി ഉണ്ടായിരുന്നു, മരിക്കണമെന്ന് പോലും തോന്നി. നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, നീ ഇങ്ങോട്ട് വന്ന കാര്യമായി, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെങ്കിലും നിന്നെ കാണാൻ അങ്ങോട്ട് വന്നേനെ. ഈ സമയം ആ വഴി ബൈക്കിൽ വന്ന അഖിൽ ഇത് കാണുകയും ദേഷ്യത്തോടുകൂടി അരികിലേക്ക് വന്ന നീതുവിനെ പിടിച്ചു മാറ്റി കാരണം പുക ചടിക്കുകയുമാണ്. ഹരീഷ് ചോദിക്കുന്നു, എടാ നീ എന്തിനാണ് അവളെ തല്ലിയത്? വിരൽ ചൂണ്ടി അഖിൽ പറയുന്നു, മിണ്ടരുത്, റോഡിൽ നിന്ന് എന്താടാ ചെയ്യുന്നത്? നാണോ ഇല്ല നിങ്ങൾക്ക്? വാടി വാടി ഇങ്ങോട്ട് പറഞ്ഞ് നീതുവിനെ പിടിച്ചു വരിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അഖില്. ഇത് കണ്ടുകൊണ്ട് എവിടേക്ക് വരുന്ന സുധീഷ് പറയണ്, സൂക്ഷിച്ചു കൊണ്ടുപോടാ അവളെ, കുറച്ച് ഓവർ ആകുന്നുണ്ട് നീ. അഖില് പറയുന്നു, നീ എങ്ങനെയാടി പുറത്തിറങ്ങിയ? നീ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞതല്ലേ? വാ, നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. ദേഷ്യത്തോടുകൂടി ഹരീഷ് പറയണ, സുധീഷേട്ടാ കണ്ടില്ലേ അവൻ ദേഹത്ത് കൈവയ്ക്കുന്നു. അപ്പൊ സുധീഷ് പറയണ, ശരി നീ വിടടാത്, അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവനുള്ളത് നമുക്ക് കൊടുക്കാം, നീ ഇപ്പൊ വാ. തുടർന്ന് നീതുവിനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അഖിൽ. സോഫയിലേക്ക് നീതുവിനെ പിടിച്ചു തള്ളുമ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നു, എടാ എന്തിനാ ഇപ്പൊ അവളെ പിടിച്ചു തള്ളുന്നേ? സീത ചോദിക്കുന്നു, എന്താണ് നിനക്ക് പറ്റിയേ? അപ്പൊ അഖിൽ പറയുകയാണ്, എന്ത് പറ്റിയെന്നോ അമ്മയുടെ മോളോട് തന്നെ ചോദിക്ക്. പുറത്തിറങ്ങിയാൽ ഇവളുടെ കാല് തല്ലി ഒടിക്കുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇവള് പുറത്തിറങ്ങിയത്? അപ്പൊ സീത പറയുകയാണ്, എടാ രശ്മി വന്ന് വിളിച്ചതാ, ഇവളുടെ ഫ്രണ്ട് ഹരിത നമ്മുടെ വീടറിയാതെ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നെന്ന്, അതുകൊണ്ടാണ് ഞാൻ നീതുവിനോട് പറഞ്ഞത് ഹരിതയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ. അഖിൽ ചോദിക്കുന്നത്, ഏതോ ഒരുത്തി എന്തോ പറഞ്ഞെന്ന് കരുതി അമ്മ അതങ്ങ് വിശ്വസിച്ചോ? റോഡ് സൈഡിൽ നിന്നത് ഹരിതയല്ല, ഹരീഷും അവന്റെ ചേട്ടൻ സുധീഷും ആയിരുന്നു. ഇത് കേട്ട് സീതയും ചന്ദ്രനും ഞെട്ടി നിൽക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ആ റൗഡി ഹരീഷിനോട് സംസാരിക്കാൻ വേണ്ടി അമ്മ ഇവളെ പറഞ്ഞു വിട്ടത്. ദേഷ്യത്തോടു കൂടി സീത ചോദിക്കുന്നു, ഇടി മഹാഭാവി, പെറ്റമ്മയെ ചതിച്ചു അല്ലേ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ സീത നീതുവിനെ തല്ലുകയാണ്. ചന്ദ്രൻ പറയുന്നു, നിർത്തടി, ചുമ്മാതെ അവളെ തല്ലാതെ. നിനക്കെന്താ നാവ് കൊണ്ട് സംസാരിക്കാൻ അറിയില്ലേ? കൈ കൊണ്ടേ സംസാരിക്കാൻ അറിയത്തുള്ളൂ. നീ നിക്ക്, ഞാൻ സംസാരിക്കാം. ഇത്രയൊക്കെ നടന്നതിന് ശേഷവും അവൻ നിന്നെ കാണാൻ ഇവിടെ വന്നോ? അഖിൽ പറയണ, അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ കണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ തന്നെ നിന്നേനെ. ഇത് കേട്ട് സീത ചോദിക്കുന്നു, എന്ത് കെട്ടിപ്പിടിച്ചോണ്ട് നിന്നോ? അപ്പൊ അഖിൽ പറയണ, ഞാൻ അത് പറഞ്ഞില്ലല്ലോ, ആ റോഡ് സൈഡിൽ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു രണ്ടും, ഞാൻ പോയി അടിച്ചു കൂട്ടിക്കൊണ്ട് വന്നതാ. ദേഷ്യത്തോടു കൂടി സീത ചോദിക്കുന്നു, നാണോ ഇല്ലടി നിനക്ക്? ആരടി അവൻ? അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു. അങ്ങനെ സീത വീണ്ടും നീതുവിനെ തല്ലുമ്പോൾ നീതു പറയണ, എനിക്ക് അവനെ ഇഷ്ടമാണെന്നാ ഞാൻ പറഞ്ഞതല്ലേ? നീതുവിന്റെ അമ്മ വീണ്ടും തല്ലുമ്പോൾ വിരൽ ചൂണ്ടി നീതു പറയുന്നു, ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ തിരിച്ചു എന്റെ കയ്യിൽ നിന്ന് കിട്ടും, പറഞ്ഞേക്കാം. എനിക്കും പ്രായമൊക്കെ ആയി, ഗുണദോഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നതേ നിങ്ങളുടെ കാര്യം, പകരം എന്നെ തല്ലിയാൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇത് കേട്ട് അഖിൽ നീതുവിനെ തല്ലുമ്പോൾ നീതുവും തിരിച്ച് അഖിലിന്റെ കർണമുഖം ചടിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ നീതു പറയുകയാണ്, നിനക്കറിയാലോ നീ എന്നെ തല്ലിയ ഞാനും തിരിച്ചു തല്ലുമെന്ന്. അപ്പൊ സീത ചോദിക്കാണ്, ഈ നാണം കെട്ട പരിപാടിയെല്ലാം നീ ചെയ്തു വെക്കും, എന്തിനാടി ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ നിന്റെ ചേട്ടനെ നീ തല്ലു അല്ലേടി? ചന്ദ്രൻ പറയുന്നു, ദേ നോക്ക് നീതു, ഇതിൽ കൂടുതൽ ക്ഷമിക്കാനൊന്നും പറ്റില്ല, ഞാൻ പറയുന്നത് നീ കേൾക്കുകയോ ഇല്ലയോ? അപ്പൊ നീതു പറയണേ, ഇല്ലച്ചാ, ഈ കാര്യത്തിൽ അച്ഛൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അഖിൽ ചോദിക്കുന്നു, അമ്മേ ഇവളൊക്കെ ഒരു പെണ്ണാണോ? ഇവള് കാരണം നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇത് കേട്ട് നീതു പറയണ, ഓ ഇയാള് വലിയ യോഗി
യോഗ്യനാണല്ലോ. ഇത് കേട്ട് ചന്ദ്രൻ നീതു എന്ന് വിളിക്കുമ്പോൾ നീതു ചോദിക്കാണ്, അച്ഛൻ കേട്ടില്ല ഇവൻ പറയുന്നതൊക്കെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അഖിൽ നീതുവിനെ തല്ലുകയാണ്. നീതുവും തിരിച്ചു ചെല്ലുന്നു. ചന്ദ്രൻ പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ടോ? ദേ നോക്ക്, ഞങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ കഴിയാമെങ്കിൽ കഴിഞ്ഞാ മതി, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം. ഇത് കേട്ട് സീത പറയുകയാണ്, ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? ദേ നോക്ക്, ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കഴിയാമെങ്കിൽ നീ ഇവിടെ കഴിഞ്ഞാ മതി, ഇല്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോണം. നീ ചത്തുപോയെന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചോളാം. നീ കാരണം ഇവിടെ ആർക്കും സമാധാനമില്ല. ദിവസവും അടിയും പിടിയുമാ. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ അപമാനപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. ചന്ദ്രൻ പറയുന്നു, നീതു എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കണ്ട. കൊച്ചുകുട്ടിക്ക് പറഞ്ഞു തരുന്നത് പോലെ ഞാൻ പറഞ്ഞു തന്നു. നീ കേട്ടില്ല. നീ എത്ര വാശി പിടിച്ചാലും ആ വീട്ടിലെ ഒരു പയ്യന് നിന്നെ കെട്ടിച്ചു കൊടുക്കില്ല. അപ്പൊ നീതു പറയണ, ഞാനിപ്പം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛാ. പക്ഷെ എന്തെങ്കിലും ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഹരീഷിനെ കല്യാണം കഴിക്കൂ. ഇത് കേട്ട് അഖിൽ അഹങ്കാരി എന്ന് പറയുമ്പോൾ സീത ചോദിക്കണേ, അതുവരെ നീ അവന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുമല്ലേ? ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കണം. ദേ നോക്ക്, നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ നിനക്ക് ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയണം. ഇല്ലെങ്കിൽ കണ്ടവനെ കെട്ടിപ്പിടിച്ച് റോഡ് സൈഡിൽ നിൽക്കുമെന്ന് നീ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ് നീതു. ചന്ദ്രൻ പറയുന്നു, ഇടി അവൾ ഇറങ്ങി പോടി. അപ്പൊ അഖിൽ പറയണ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കണ്ട. കഥക് തുറക്കെന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി സീത വാതിലിൽ തട്ടി വിളിക്കുകയാണ്. നീതു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അഖിൽ ചോദിക്കുന്നു, എന്താടി ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലേ? ബാഗൊക്കെ എടുത്ത് ഇറങ്ങുന്നു. അപ്പൊ നീതു പറയണ, എന്റെ അച്ഛനും അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോളാം. നിങ്ങൾ പറയുന്നത് കേട്ട് ഹരീഷിനെ മറക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഈ വീട് വിട്ടിറങ്ങുവാ. അപ്പൊ സീത പറയണ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയേണ്ടതിന് പകരം വലിയ ആളെ പോലെ ബാഗ് എടുത്ത് പോകുന്നു. നീ എന്ത് ധൈര്യത്തിനാടി ബാഗ് എടുത്ത് വന്നത്? നിനക്ക് എന്തറിയാം? നീ ജോലിക്ക് പോകുന്നുണ്ടോ? 4 കാശ് സമ്പാദിക്കുന്നുണ്ടോ? നിന്റെ വണ്ടിക്കുള്ള പെട്രോൾ അടിക്കാൻ പോലും നിന്റെ അച്ഛനല്ല കാശ് തരുന്നേ. അപ്പൊ നീതു പറയണ, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഇനി എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എപ്പോ നോക്കിയാലും ഹരീഷിനെയും വീട്ടുകാരെയും നാണം കെടുത്തുകയും നിങ്ങൾ എന്നെ തല്ലുകയല്ലേ? ഇനി എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. മതിയായി, ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഞാൻ ഈ വീട് വിട്ട് പോവുക. ചന്ദ്രൻ ചോദിക്കുന്നു, മോളെ പോവാണെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകാനാ? അപ്പൊ നീതു പറയണേ, എങ്ങോട്ടെങ്കിലും പോകും, പക്ഷെ ഒരു നിമിഷം പോലെ എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ചന്ദ്രൻ ചോദിക്കുന്നു, എടി എന്താടി നോക്കി നിൽക്കുന്നത്? ബാഗ് മേടിച്ചു വെക്ക്, ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് സീത നീതുവിന്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ച് വാങ്ങാനായി ശ്രമിക്കുകയാണ്. അഹിതം ബാഗിൽ കയറി പിടിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഉറക്കെ നീതു പറയുന്നു, കൈയെടുക്കടാ. അച്ഛാ എന്നെ തടയണ്ട, ഞാൻ പോകും. ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് നാണക്കേട്, ഞാൻ പൊക്കോളാം. അങ്ങനെ നീതു ബാഗ് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. മോളെ പോകല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി വരികയാണ് ചന്ദ്രനും സീതയും. അഖിലും അവിടേക്ക് വരുന്നു. നീതുവിനെ തടഞ്ഞുകൊണ്ട് ചന്ദ്രൻ പറയുന്നു, നോക്ക് മോളെ, അതൊരു മോശപ്പെട്ട കുടുംബമാ. ആ കുടുംബത്തിലെ ഒരു പയ്യനെ വിശ്വസിച്ച് നീ പോകരുത്. അച്ഛനും അമ്മയും പറയുന്നത് മോള് കേൾക്കണം. അപ്പൊ നീതു പറയണ, ഞാൻ കേൾക്കില്ല അച്ഛാ. അത് എത്ര മോശപ്പെട്ട കുടുംബമാണെങ്കിലും അതെന്റെ പ്രശ്നമാണ്, ഞാൻ നോക്കിക്കോളാം. എന്റെ നല്ലതിനു വേണ്ടി നിങ്ങൾ ഇനി ഒന്നും ആലോചിക്കണ്ട. ഇതുവരെ എന്നെ പഠിപ്പിച്ച് വളർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം, ഞാൻ പോവാം. കയ്യിൽ കയറി പിടിച്ച അഖിൽ പറയണ, അകത്ത് കയറി പൊടി. കൈ തട്ടി മാറ്റി നീതു പറയുന്നു, വിടടാ. നിങ്ങൾക്ക് ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ ഹരീഷുമായി സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇവിടെ ആ അവസ്ഥയല്ലല്ലോ. ഹരീഷ് എന്ന് ഞാൻ പറഞ്ഞു പോയാൽ അപ്പോഴേ എന്നെ എടുത്തിട്ട് അടിക്കുകയല്ലേ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്കിനും കേൾക്കാൻ പറ്റില്ല. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ ഈ വീട് വിട്ടു പോകുക എന്നുള്ളത്. അമ്മ പറഞ്ഞില്ലേ ഞാൻ ചത്തെന്ന് വിചാരിച്ചോളാന്ന്. എല്ലാരും അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. അങ്ങനെ നീതു അവിടെ നിന്ന് പോകുമ്പോൾ സീത പറയുകയാണ്, എടി നീതു, ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ പോവുകയല്ലേ, പോടി പോടി പോ. ഞാൻ പോവാണെന്ന് പറഞ്ഞ് നീതു ബാഗുമായി അവിടെ നിന്ന് പോവുകയാണ്. അടുത്തുള്ള എല്ലാവരും ഇത് കാണുകയാണ്. ചന്ദ്രൻ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ സീത പറയുകയാണ്, നാണം കെട്ട് നീ തിരിച്ചു വരും, അപ്പം ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്, പോടി. അഖിൽ ചോദിക്കുന്നു, അമ്മേ അവള് ബാഗ് എടുത്ത് പോകുമ്പോൾ അമ്മ എന്തിനാ പോന്ന് പറയുന്നേ? അപ്പൊ സീത പറയുകയാണ്, വേറെ എന്താ പറയേണ്ടത്? പോകണ്ടെന്ന് പറഞ്ഞാൽ അവള് കേൾക്കുവോ? പോയി തൊലയട്ടെ. എനിക്കൊരു മകളുണ്ടായിരുന്നു, അവള് ചത്തുപോയെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം, പോടി പോ. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ ജോലി നോക്കി പോന്ന് പറഞ്ഞ് ചുറ്റും കൂടിയ നാട്ടുകാരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സീത. അമ്മ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അഖിൽ സീതയും കൂട്ടി അകത്തേക്ക് പോകുന്നു. തുടർന്ന് നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? പാവം, ഇത് കാരണം ആ നീതുവിനല്ലേ പ്രശ്നം, അവരവളെ ഉപദ്രവിക്കില്ലേ? അത് ഓർക്കുമ്പോഴേ എന്റെ പേടിയെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, അങ്ങനെയൊന്നും ഉണ്ടാകില്ലടാ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കണ, എന്തു പറ്റി? എന്താ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നേ? അവൻ നികേഷ് പറയണ, സുഭാഷേട്ടാ വീണ്ടും പ്രശ്നമായി. ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, പ്രശ്നമോ? എന്താണ് പ്രശ്നം? മിണ്ടാതിരിക്കടാന്ന് സുധീഷ് പതിയെ പറയുമ്പോൾ സുഭാഷ് പറയണ, എടാ നികേഷ് എന്താ സംഭവിച്ചേ? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടാ ഇവര് വീണ്ടും നീതുവിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. സുഭാഷ് ചോദിക്കുന്നു, എടാ വീണ്ടും എന്തിനാ അവിടെ പോയി വഴക്കുണ്ടാക്കിയത്? ഉള്ള പ്രശ്നം പോരെ? അപ്പൊ നിധി പറയണ, അവരുടെ വീട്ടിലേക്കൊന്നും ഇവര് പോയില്ല സുഭാഷേട്ടാ. അപ്പൊ സുധീഷ് പറയണ, നീതുവിനെ കാണണമെന്ന് ഇവൻ പറഞ്ഞു, ആരും അറിയാതെ കണ്ടിട്ട് വരാൻ വേണ്ടി ഞാനാ ഇവരെ കൂട്ടിക്കൊണ്ടു പോയത്. ഹരീഷും നീതുവും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ ആ അഖില് കണ്ടു. അത് കുറച്ച് സീനായി. വേറെ ഒന്നുമില്ല സുഭാഷേട്ടാ, അത്രേ ഉള്ളൂ. സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? ഇന്നലെയല്ലേ അത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നേ, അതിനുള്ളിൽ വീണ്ടും അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ പോലും ഇല്ല. ഇന്നലെ ഇവിടെ വഴക്ക് നടന്നില്ലേ, അവളെ എന്തെങ്കിലും ചെയ്തു കാണുമോ വീട്ടുകാരെന്ന് പേടിച്ച് ഹരീഷ് നീതുവിനെ കാണണമെന്ന് പറഞ്ഞതാ. ശരി വാടാന്ന് പറഞ്ഞ് ഞാനാ ഇവരെ കൂട്ടിക്കൊണ്ടു പോയത്. ഇത് കേട്ട് സുഭാഷ് പറയണ, ശരി ശരി എന്താടാ വലിയ പ്രശ്നമായോ? അപ്പൊ
ഹരീഷ് പറയണ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് അവളുടെ ചേട്ടൻ കണ്ടു, നീതുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി, വീണ്ടും അവര് നീതുവിനെ തല്ലുവോ എന്നുള്ള ടെൻഷനാ എനിക്ക്. സുധീഷ് പറയണ സുഭാഷേട്ടാ, ആ കുടുംബത്തിലുള്ളവരിടാം വളരെ മോശമാ, എന്തിനും ഏതിനും തല്ലുകയാണ്, വായി വരുന്നത് എന്തും പറയും. അപ്പൊ സുഭാഷ് പറയണ എടാ നിങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും, ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്. ഈ സമയം ബാഗ് ഒക്കെ പിടിച്ചുകൊണ്ട് കിളിക്കൂട്ടിലേക്ക് വരികയാണ് നീതു. പുറത്തിരിക്കുന്ന ഭാസ്കരൻ നീതുവിനെ ശ്രദ്ധിക്കുന്നു. ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നീതു അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ കണ്ണു തള്ളി സംശയത്തോടു കൂടി ഇരിക്കുന്നു. അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞ് സുധീഷിനെ തള്ളി മാറ്റി അകത്തേക്ക് കയറി ഇരിക്കുകയാണ് നീതു. ഇത് കണ്ട് എല്ലാവരും സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ അരികിലേക്ക് ഇരുന്ന് ഹരീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നീതു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പൊ സുഭാഷ് പറയണ മോളെ കുറിച്ചാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്, അവിടെ വന്നതിന് ഞാൻ ഇവരെ വഴക്ക് പറയുകയായിരുന്നു. മോളും ഹരീഷും കൂടി സംസാരിക്കുന്നത് മോളുടെ ചേട്ടൻ കണ്ടില്ലേ, വീട്ടിൽ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? നികേഷ് ചോദിക്കുന്നു, എന്താ ബാഗൊക്കെ വന്നിരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ അത് ശരിയാണല്ലോ, എന്താ പറ്റിയത്, ബാഗൊക്കെ എടുത്തോണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഹരീഷ് ചോദിക്കുന്നു, എന്താ നീതു, എന്താ പറ്റിയേ? അപ്പൊ നീതു പറയണ ഹരീഷ്, നീ പോയതിനു ശേഷം എന്റെ ചേട്ടൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി, എന്റെ അമ്മയും ചേട്ടനും എന്നെ മാറി മാറി തല്ലി ടോർച്ചർ ചെയ്യുകയായിരുന്നു. അപ്പൊ നിധി പറയണ സോറി, ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പൊ നീതു പറയണ അത് സാരമില്ല, എന്റെ വീട്ടില് വഴക്ക് നടക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ, ദിവസവും നടക്കുന്നതാ. എനിക്ക് എന്റെ അച്ഛൻ 2 ഓപ്ഷൻ തന്നു, ഒന്നുകിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം, ഇല്ലെങ്കിൽ ഞാൻ ഹരീഷുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. അതെനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ് സുധീഷ്. നീ എന്താ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, നിന്നെ വേണോ അവരെ വേണോ എന്ന് ചോദിച്ചു, എനിക്ക് നിന്നെ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. ഞാൻ ഇനി ഇവിടെ താമസിക്കും, ഇനി എനിക്ക് അവിടെ പോയി തല്ല് വാങ്ങാൻ വയ്യ, ഞാൻ ചെന്നാലും അവരെന്നെ അവിടെ കയറ്റില്ല. നികേഷ് ചോദിക്കുന്നു, ശരിക്കും ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണോ? അപ്പൊ നീതു പറയുകയാണ്, അതെ, പിന്നെ ഞാൻ എവിടെ പോകാനാ, ഹരീഷിനെ വേണോ അതോ ആ വീട്ടിൽ താമസിക്കണോ എന്ന് ചോദിച്ചു, എനിക്ക് ഹരീഷിനെ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോന്നു. സന്തോഷത്തോടു കൂടി സുധീഷ് പറയണ, നീതു സൂപ്പർ, അവര് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല, നീ ചെയ്തതാ ശരി. എടാ ഹരീഷ്, നീതു എന്തായാലും ഇറങ്ങി പോന്നു, ഇനിയും കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ഹരീഷ്, രണ്ടുപേരും ഒരുങ്ങ്, നമുക്ക് ക്ഷേത്രത്തിൽ പോയി കല്യാണം നടത്താം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, കല്യാണോ? നീതു സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, പിന്നെ നീതു വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല, സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കഴിയാം. എടാ പെട്ടെന്നാവട്ടെ, നീതു പെട്ടെന്ന് റെഡിയാകും, നിങ്ങളുടെ ലവ് സ്റ്റോറിക്ക് ഒരു എൻഡ് കാർഡ് കാണിച്ച് മാരേജ് സ്റ്റോറിക്ക് എൻട്രി കാർഡ് കാണിക്കാം. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, എടാ സുധീഷ് ഇങ്ങനെ ധൃതി പിടിക്കാതെ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ, നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, ഇനി നമുക്ക് വേറെ എന്താ വഴി, കല്യാണം നടത്തുക എന്നുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. അപ്പൊ നിധി പറയുകയാണ്, ഒന്ന് മിണ്ടാതിരിക്കോ സുധീഷേ. സുഭാഷ് പറയുന്നു, മോളെ നീതു ഒന്ന് അകത്തേക്ക് കയറി ഇരിക്കോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുക്കട്ടെ. നീതു വാന്ന് പറഞ്ഞ് നിധി നീതുവിനെയും കൂട്ടി തന്റെ റൂമിലേക്ക് പോവുകയാണ്. നീതു ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോകുന്നു. ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്താ ചെയ്യുക? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്ത് ചെയ്യാൻ, വീട്ടിലേക്ക് വന്ന പെണ്ണിനെ തിരിച്ചയക്കാൻ പറ്റുമോ? അപ്പൊ നിധി പറയണ, നീതുവിന്റെ വീട്ടിൽ എന്ത് വലിയ പ്രശ്നം നടന്നിട്ടാ നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്? അപ്പൊ നികേഷ് പറയണ, എന്താ ഈ പെണ്ണുങ്ങളുടെ വീടെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന വീടായതെന്ന് മനസ്സിലാകുന്നില്ല, ഏട്ടത്തിയുടെ വീട്, സുനന്ദയുടെ വീട്, ഇപ്പൊ നീതുവിന്റെ വീട്, എല്ലാ വീട്ടുകാരും പ്രശ്നക്കാരാ. സുഭാഷ് പറയണ, തിരിച്ചു പറഞ്ഞേക്കാൻ പറ്റില്ല എന്നറിയാം, പക്ഷെ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുക, അത് ശരിയാകില്ലല്ലോ മോളെ. അപ്പൊ നിധി പറയണ, അതെ സുഭാഷ് ഏട്ടാ, നമ്മുടെ വീട്ടിൽ നീതു താമസിച്ചാലും അവളുടെ അച്ഛനും അമ്മയും വന്ന് പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് തിരിച്ചു പറഞ്ഞു വിടാനും പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യുക സുഭാഷ് ഏട്ടാ? സുധീഷ് ചോദിക്കണ, എന്താ നിധി ഇത് ഓപ്ഷൻ ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത്, നമുക്ക് അവരുടെ കല്യാണം നടത്താം. എന്താ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീതുവിന്റെ വീട്ടിലെ വലിയ വഴക്കായില്ലേ, അവിടെ ഇനിയും താമസിക്കാൻ പറ്റില്ലെന്നല്ലേ നീതു പറഞ്ഞത്? വഴക്കിന് കാരണം ഇവരുടെ ലവ്വ, തിരിച്ചവക്ക് വീട്ടിലേക്ക് പോകാനും പറ്റില്ല, അതേസമയം നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ഇതല്ലേ തീരുമാനം, കല്യാണം നടത്തിയാൽ എല്ലാ പ്രശ്നവും തീരുമല്ലോ. സുഭാഷ് ചോദിക്കുന്നു, ഇപ്പൊ പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? അപ്പൊ നിധി പറയണ, നീതു ചെറിയ പെൺകുട്ടിയാ, ഹരീഷും കല്യാണത്തിനൊക്കെ റെഡി ആയിട്ടുണ്ടോന്ന് അറിയില്ല, രണ്ടുപേരും ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടേ? സുധീഷ് പറയണ, വീട്ടുകാരെയും വേണ്ട ആരെയും വേണ്ട എന്ന് പറഞ്ഞ് ഹരീഷിനെ മതിയെന്ന് പറഞ്ഞ് വീട് വിട്ട് വന്നതാ നീതു, എന്നിട്ടും അവര് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല എന്നാണോ നിധി പറയുന്നത്? അവര് പരസ്പരം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങി വന്നത്? ഹരീഷാണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ലേ, അപ്പൊ രണ്ടുപേരുടെയും കല്യാണം നടത്തുന്നതല്ലേ ശരി? അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല സുധീഷെ, ഹരീഷിനെ കല്യാണം കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല നീതു വീട് വിട്ടിറങ്ങി വന്നത്, അവരുടെ വീട്ടില് വലിയ പ്രശ്നം ഉണ്ടായി, അവിടെ താമസിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ദേഷ്യപ്പെട്ട അവൾ ഇവിടെ വന്നേ, ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല അവൾ ഇപ്പൊ വന്നത്, അതാദ്യം സുധീഷ് മനസ്സിലാക്കും. ഇത് കേട്ട് സുധീഷ് പറയണ, നിധി പറഞ്ഞത് ശരിയാ, അതുകൊണ്ട് കല്യാണം നടത്താതെ നീതുവിനെ നമുക്കിവിടെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ് നീ ഒന്നും മിണ്ടാതിരിക്കുക, ഹരീഷ് ആലോചിക്കട്ടെ. എടാ ഹരീഷ് നീ തന്നെ പറ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ സുധീഷ് പറയണ, എടാ ഹരീഷ് നീ ഇവരെ പോലെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. അപ്പൊ നിധി പറയണ, ഒന്ന് ക്ഷമിക്കും സുധീഷ്, എല്ലാത്തിനും കല്യാണമാണ് സൊല്യൂഷൻ എന്ന് പറയണ്ട. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിധി വേറെ എന്ത് ഓപ്ഷനാ ഉള്ളത്? അവളെ വെറുതെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ
ഇവിടെ താമസിപ്പിച്ചാൽ എന്റെ മകളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കള്ള കംപ്ലൈന്റ് കൊടുത്ത് അവളെ ഇവിടുന്ന് വിരട്ടി കൂട്ടിക്കൊണ്ടുപോകും. കൂട്ടിക്കൊണ്ടുപോയി സ്നേഹത്തോട് പെരുമാറുമെന്നാണോ? അവളെ ടോർച്ചർ ചെയ്യും എല്ലാവരും കൂടി. നമ്മളെ വിശ്വസിച്ചല്ലേ ആ കുട്ടി വന്നത്. കല്യാണം മാത്രമേ ഉള്ളൂ ഒരേ ഒരു വഴി. സുഭാഷ് ഏട്ടാ, ഞാൻ പറയുന്നത് കേക്ക്. ആദ്യം നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. അതിനുശേഷം നീതുവിന്റെ വീട്ടിൽ വന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരിപ്പം ഭാര്യയും ഭർത്താവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ടാകും. സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, നീ എന്താ പറയുന്നേ? ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുധീഷ് പറയുകടാ, ശരിയെന്ന് പറയടാ, സമ്മതിക്ക്. ഒരു മിനിറ്റ്, സുധീഷ് ഏട്ടാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണം, ഒരു മിനിറ്റ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, എന്താടാ, എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ കല്യാണം എന്ന് പറയുന്നേ? അപ്പൊ സുധീഷ് ചോദിക്കണ, വേറെ എന്ത് ഓപ്ഷനാ ഉള്ളത്? ഹരീഷ് ചോദിക്കണ, വേറെ ഓപ്ഷൻ ഒന്നുമില്ലേ? അപ്പൊ സുധീഷ് പറയണ, അകത്ത് പറഞ്ഞത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, ഇനിയും വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. അതേസമയം ഇവിടെ താമസിക്കാനും പറയാൻ പറ്റില്ല. നീതു ഇവിടേക്കാണ് വന്നതെന്ന് അവളുടെ വീട്ടുകാരറിഞ്ഞാൽ നേരെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. ശരി, അവളുടെ വീട്ടിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്ന് വെച്ചോ. നീതു ഇവിടെ താമസിക്കുന്നത് നാട്ടുകാരറിഞ്ഞാൽ എങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നിനക്കറിയാലോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് നാട്ടുകാര് ഈ ഗേറ്റിന്റെ മുന്നിൽ വന്ന് നിൽക്കും. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ ആർക്കും ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. എടാ, നീ എന്തിനാ ഇത്രയൊക്കെ ആലോചിക്കുന്നത്? കല്യാണം കഴിക്കാൻ നീ റെഡിയാണോ അല്ലയോ? വാ തുറന്ന് പറയടാ. നിധി പറഞ്ഞതുപോലെ എന്തെങ്കിലും ആലോചിക്കുകയാണോ? ദേ നോക്ക് ഹരീഷ്, ഇത് നല്ല സന്ദർഭമാണ്. കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നു, നീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അതൊക്കെ നല്ല കാര്യം തന്നെയാ. സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ കുറിച്ച് ചിന്തിച്ചോ? സുധീഷ് ചോദിക്കാണ്, നീതു വീട് വിട്ട് ഇറങ്ങി വന്നതിന് ഞാൻ എന്തിനാ സുഭാഷ് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ ഹരീഷ് ചോദിക്കാണ്, സുധീഷ് ഏട്ടാ, ഞാനിപ്പോ കല്യാണം കഴിച്ചാൽ സുഭാഷ് ഏട്ടന്റെ മാനസികാവസ്ഥ എന്താകും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നും ഇല്ലടാ. അപ്പൊ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ല, പക്ഷെ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിച്ചാൽ നന്നായിരിക്കുമോ? സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ അങ്ങനെ ചിന്തിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? സുഭാഷ് ഏട്ടൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. എങ്ങനെ നിങ്ങളുടെ കല്യാണം നടത്താവുന്നേ സുഭാഷ് ഏട്ടൻ ചിന്തിക്കൂ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ പറയുന്നത് സുധീഷ് ഏട്ടന് മനസ്സിലാകുന്നില്ലേ? എന്റെ കല്യാണം നടത്താൻ സുഭാഷ് ഏട്ടൻ സമ്മതിക്കും, പക്ഷെ ഞാൻ എങ്ങനെ സമ്മതിക്കും? എനിക്കൊരു മനസാക്ഷിയില്ലേ? സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യം വരുമ്പോഴേ 1008 പ്രശ്നങ്ങളാ. അപ്പൊ സുധീഷ് പറയണ, എടാ, നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നാൽ വാഴില്ലെന്നല്ലേ ഈ കുടുംബത്തിന്റെ പ്രശ്നം? ഇപ്പൊ നിധിയുണ്ട്, അടുത്തത് നീതു വന്ന് ജീവിക്കാൻ തുടങ്ങിയ ആ പ്രശ്നം ഇല്ലാതാകുമല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ വേറേതോ ലോകത്ത് ജീവിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. സുഭാഷ് ഏട്ടന്റെ കല്യാണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. അതെന്തുകൊണ്ടാ? എവിടെ ചെന്നാലും അനിയന്റെ കല്യാണം കഴിഞ്ഞില്ലേ, എന്തുകൊണ്ടാ ചേട്ടന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പേ അനിയന്റെ കല്യാണം നടന്നതെന്ന് എല്ലാരും ചോദിക്കുന്നു. സുഭാഷ് ഏട്ടൻ പാവാ. കുറച്ചുനാള് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ സുഭാഷ് ഏട്ടൻ സമാധാനമായിട്ട് കഴിയട്ടെ എന്ന് കരുതിയല്ലേ നമ്മളിപ്പം കല്യാണാലോചനകളൊന്നും കൊണ്ടുവരാത്തത്. ഇപ്പൊ എന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യം വരുമ്പോൾ അതും വലിയ പ്രശ്നമാകില്ലേ? ഇനി സുഭാഷ് ഏട്ടന് പെണ്ണ് കാണാൻ ചെന്നാൽ അനിയന്മാര് രണ്ടുപേരും കല്യാണം കഴിച്ചില്ലേ, സുഭാഷ് ഏട്ടൻ എന്തുകൊണ്ടാ കല്യാണം കഴിക്കാഞ്ഞെന്ന് ചോദിക്കില്ലേ? അപ്പൊ സുഭാഷ് ഏട്ടൻ എന്ത് മറുപടി പറയും? എന്റെ സന്തോഷത്തിന് വേണ്ടി സുഭാഷ് ഏട്ടനെ കുറിച്ച് എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. ദേ നോക്ക് സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, നീ പറഞ്ഞത് ശരിയാ, ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. ഭാസ്കരൻ ചോദിക്കുന്നു, നിനക്ക് വിവരമില്ലേടാ? ഒരു പെണ്ണ് വീട് വിട്ട് നിന്നെ മതിയെന്ന് പറഞ്ഞു വന്നിരിക്കുവോ? അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. നിന്റെ ചേട്ടനൊന്നും ഈ ജന്മത്തിൽ കല്യാണം നടക്കില്ല, അവനൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നാ തലയിൽ എഴുതിയിരിക്കുന്നത്. എടോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി ഹരീഷ് അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് സുധീഷ് പറയണ, ഒന്ന് അടങ്ങി നിൽക്കടാ, നീതു അകത്തുള്ളതാ, ഇപ്പൊ ഒരു വഴക്ക് വേണ്ട. ഹരീഷ് പറയുന്നു, നിങ്ങളുടെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് സുഭാഷ് ഏട്ടന്റെ തലയിലെഴുത്ത് ഇങ്ങനെ മോശപ്പെട്ടതായത്, അല്ലായിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടന് നല്ലതേ നടക്കുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോ. അപ്പൊ ഭാസ്കരൻ പറയണേ, എന്റെ ജോലി നോക്കാൻ എനിക്കറിയാം. സത്യം പറയുമ്പോൾ ദേഷ്യം വരുവാണല്ലോ. ദേ ഞാൻ ഇപ്പൊ പറയുക, അവന്റെ കല്യാണം നടക്കില്ല, എല്ലാവരും അവന്റെ പെങ്ങന്മാരാ. ഇത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരന്റെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയണ, എടാ സുഭാഷ് ഏട്ടൻ ഇപ്പൊ വരും. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ വിഷമിക്കേ ഉള്ളൂ. ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പോകുന്നുണ്ടോ? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ ആവശ്യമില്ലാത്തതാണല്ലോ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ആവശ്യമുള്ളത്. ഇതൊരു കുടുംബമാണോ അതോ ലേഡീസ് ഹോസ്റ്റലാണോ? അങ്ങനെ ഭാസ്കരൻ അവിടെ ഒന്ന് പോകുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ കണ്ടില്ലേ, വീട്ടിലുള്ള ഇയാള് തന്നെ സുഭാഷ് ഏട്ടനെ കുറിച്ച് പറയുന്നത്. ഞാൻ പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ നാട്ടിലുള്ളവരും സുഭാഷ് ഏട്ടനെ കുറിച്ച് ഇങ്ങനെയായിരിക്കും പറയുക. എനിക്കതൊന്നും താങ്ങാൻ പറ്റില്ല. ഈ ആലോചന ഇവിടെ വെച്ച് നിർത്തുക. കല്യാണം എന്ന ഓപ്ഷനെ കുറിച്ച് സംസാരിക്കുകയേ വേണം. നീതുവിനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാനും പറ്റില്ല, എനിക്ക് കല്യാണവും കഴിക്കാൻ പറ്റില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കാം. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഹരീഷും സുധീഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്